കാര്യം നിസ്സാരം. കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിൻ്റെ നമസ്കാരം. ഇന്നിവിടെ പരാതിയായിട്ട് വന്നിരിക്കുന്നത് അടിമാലിയിൽ നിന്നും ബീനയാണ്. ബീനയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. വിവാഹമേ വേണ്ട എന്ന് വെച്ചിരുന്നൊരു സ്ത്രീ എല്ലാവരുടെയും നിർബന്ധത്തിനും പലരും പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് തോന്നി അവരൊരു വിവാഹത്തിലേക്ക് കടക്കുകയും അതിനുശേഷം വന്ന പ്രശ്നങ്ങളാണ് പിന്നെ അവരുടെ ജീവിതം മുഴുവൻ ആ വിവാഹം കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രം. അതുവരെ അവർ ചെയ്തിരുന്ന മറ്റൊരു കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധയോ ഒന്നും കൊടുക്കാൻ പറ്റാതായി. നമുക്ക് ബീനയോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അടിമാലിയിൽ കല്യാണം കഴിഞ്ഞ് താമസിക്കുന്ന സ്ഥലമല്ലേ? അടിമാലി ഭർത്താവിന്റെ വീടാ. ശരിക്കും പിന്നെ ബീനയുടെ സ്ഥലം എവിടാ? മാഹിയാണ്. ആരൊക്കെ ഉണ്ട് വീട്ടില്? 3 ചേച്ചിമാരുണ്ട്. ഒരു ചേച്ചി തറവാട്ടില്, മറ്റൊരു 2 പേരും വേറെയാ താമസിക്കുന്നത്. ഞങ്ങളെ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ഞങ്ങളെന്റെ ഭാര്യയുണ്ട്, അവര് വടകര. മക്കളൊക്കെ ആയിട്ട് അവിടെ താമസിക്കും. അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയി. അപ്പം നോക്കിയതും കാര്യങ്ങളും എല്ലാം ചേച്ചി. ഞാൻ വളർന്നതൊക്കെ എൻ്റെ ഒരു അമ്മയുടെ ഒരു ബന്ധത്തിൽ വെച്ചിട്ടാണ് വളർന്നത്. പിന്നെ അവിടെയൊക്കെ പിന്നെ സ്വന്തമായിട്ട് ജോലിയിൽ വേണമെന്ന് വിചാരിച്ച് അങ്ങനെ ഓരോരു പരിപാടിയൊക്കെ ആയി. അങ്ങനെയാണ് ഒരു കാറ്ററിങ്ങിൻ്റെ ഒരു പരിപാടിയായിട്ട് ഞാൻ കോഴിക്കോട് വന്നത്. അപ്പോൾ കോഴിക്കോട് 10-16 വർഷമായി അവിടെ താമസിക്കുന്നത്. കോവൂരെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആദ്യം താമസിച്ചത്. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥന്റെ വീടായിരുന്നു. ഞാൻ വാടകയ്ക്ക് എടുത്ത് അവിടുന്ന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമായിരുന്നു. പണിക്കാർക്കൊക്കെ, ജോലിയുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ റെയിൽവേ അത്യാവശ്യം തുണികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിൽപ്പന ഉണ്ടായിരുന്നു. അങ്ങനെ കാറ്ററിങ്ങിൽ ഒരുപാട് വിജയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ കോഴിക്കോട് ഒരു സ്ഥിരതാമസമായത്. അപ്പം അങ്ങനെ പോവുമായിരുന്നു. പിന്നെ കല്യാണമൊക്കെ വന്നായിരുന്നു, ഒത്തിരി കല്യാണാലോചനകളൊക്കെ വന്നായിരുന്നു. ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ ചേച്ചിമാരും മക്കളൊക്കെ ആയി, അവരവരെ കുടുംബങ്ങളായി. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. അപ്പം എല്ലാവരും എൻ്റെ കൂടപ്പുറപ്പുകളും മറ്റുള്ള ആൾക്കാരും എല്ലാവരും കല്യാണം കഴിക്കണം, നീ ഒറ്റയാണ്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. എന്താ വേണ്ടാന്ന് തോന്നാൻ കാര്യം എന്താ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഇതിലേക്കൊരു ഗുരുദേവന്റെ ഒരു വഴിയിലായിരുന്നു ഞാൻ എപ്പോഴും, ഭക്തിയുടെ മാർഗത്തിലായപ്പം. പിന്നെ എനിക്ക് അങ്ങനെ ആരോടും ഞാൻ പറയാറോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എനിക്ക് ഈ കോഴിക്കോട് വെച്ച് എനിക്കൊരു ടൈഫോയിഡ് വന്നിട്ടുണ്ടായിരുന്നു. ടൈഫോയിഡ് വരുന്ന കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ഞാൻ അഡ്മിറ്റ് ചെയ്തത്. അവിടെ വെച്ച് CT സ്കാനിലാണ് എനിക്കൊരു സിസ്റ്റ് ഉണ്ട് എന്ന് അറിയുന്നത്. സിസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് സിസ്റ്റ് എടുത്ത് കളയണം, കുറച്ച് വിഷമമുള്ള കാര്യമാണ്, അത് നിങ്ങളിപ്പം ഓപ്പറേഷൻ ചെയ്തായിരുന്ന 2 വർഷം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം, അതിലും ഭേദം റിമൂവ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. യൂട്രസ് റിമൂവ് ചെയ്യണം. അങ്ങനെയാണ് യൂട്രസ് റിമൂവ് ചെയ്തത്. യൂട്രസ് റിമൂവ് ചെയ്തപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു പ്രഗത്ഭനായ ആളുകളാണ്, അവർ ഊരാളിൻ്റെ അവിടെ എന്ന് പറയും. അവർ ചേട്ടനന്യന്മാർ, ഞങ്ങളവർ ഒരു മകളെ മാതിരിയാണ്. അവരെന്തെങ്കിലും എനിക്കൊരു പനി വന്നാൽ അവർക്ക് പനിക്കും. അങ്ങനെയുള്ള ഒരു ഭയങ്കര സ്നേഹബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ അവർ പറഞ്ഞു, മോളെ കല്യാണം നടത്തണോ എങ്ങനെയെങ്കിലും, ഒരു 2 മക്കളുള്ള ആളാണ് നമുക്ക് തിരഞ്ഞെടുക്കാം, മോളൊന്നും കൊണ്ടും വിഷമിക്കണ്ട, നമ്മളൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ കല്യാണത്തിൻ്റെ അനുഗ്രഹ ബ്യൂറോയിൽ ഞങ്ങളൊരു എൻ്റെ ഫോട്ടോ കൊടുത്തു. ഫോട്ടോയും നമ്പറും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എത്ര വർഷത്തിന് മുമ്പ് കൊടുത്തത്? ഈ 2009 അത് കൊടുത്തു. 2009 ലാസ്റ്റാണ് കൊടുത്തത്, ഡിസംബറിലായിരുന്നു. അപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നു ബീനയ്ക്ക്? എനിക്ക് 37 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വിവാഹം വന്നതൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ 2010 ലാസ്റ്റ് ഡിസംബറിൽ ഒരു കല്യാണാലോചന 5 എണ്ണം വന്നു. 2 എണ്ണം കണ്ണൂരിൽ നിന്നായിരുന്നു. പിന്നെ വേറെ ഒരു പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്നു. പിന്നെ അത് കൂടാത്തത് കണ്ട് ഈ തൃശ്ശൂരിൽ നിന്ന് വന്നു. പിന്നെ വന്നത് ഇപ്പം എന്നെ കല്യാണം കഴിച്ച അവരായിരുന്നു. പക്ഷെ അവർക്ക് 2 വലിയ മക്കളായിരുന്നു. പ്രായം എത്തി അച്ഛൻ എന്താ കല്യാണം കഴിക്കുന്നത് എന്നുള്ള കുട്ടികൾക്ക് മനസ്സിലാവുമായിരുന്നു. പിന്നെ കുട്ടികളെ അമ്മയില്ല, അമ്മ മരിച്ചതല്ല, അമ്മ വേറെ കല്യാണം കഴിച്ചു. അപ്പോൾ
കുട്ടികൾ നല്ല കുട്ടികളായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടു കുട്ടികളെ. എന്നെ പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞപ്പം കുട്ടികളെ ഫോട്ടോ ഒക്കെ കൊണ്ടുവന്നായിരുന്നു. നിയമപരമായിട്ട് ബന്ധം വേർപെടുത്തിയതാ? അതെ, നിയമപരമായിട്ട് ബന്ധം വേർപെടുത്തിയതാണ്. ഡൈവോഴ്സ് നോട്ടീസ് എൻ്റെ ചേച്ചിയുടെ മകളെ ഭർത്താവും എൻ്റെ ആങ്ങളമാർ, അതായത് അച്ഛൻ്റെ അനിയൻ്റെ മക്കളാണ് എനിക്കെല്ലാം നടത്തി തന്നത്. അവരെല്ലാം കൂടി. പക്ഷെ ആരും എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അവരൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മോളെ അന്വേഷിക്കണം, നല്ലോണം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചേച്ചിയുടെ ഒരു മകളെ ഭർത്താവ് കുറച്ച് കഴിവുള്ള ആളായിരുന്നു, പാർട്ടി പ്രൊജക്റ്റിലും മറ്റെല്ലാ കാര്യത്തിലും. പക്ഷെ അവർ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുവരെ കോഴിക്കോട് വരുമല്ലേ, ഞങ്ങളടുത്ത് നിൽക്കാൻ വരുവാണ്, പിന്നെ നമ്മൾ എന്തിനാ കൂടുതൽ അന്വേഷിക്കുന്നതെന്ന് ഞാൻ അവരോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരു താങ്ങുമായി. എൻ്റെ ചേച്ചിയുടെ മകള് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളെ ഭർത്താവ് അന്ന് ദുബായിലായിരുന്നു. ചെറിയ കൊച്ചും ഉണ്ടായിരുന്നു. പിന്നെ ഈ പെയിൻ ഗസ്റ്റ് ആയിരിക്കുന്ന കുറച്ച് കുട്ടികളെ ഞാൻ എൻ്റെ കൂടെ നിർത്തിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നും വിഷമങ്ങളൊന്നുമില്ല. പിന്നെയാന്ന് വെച്ചാൽ അടുത്തടുത്ത് നല്ല നല്ല ആളുകളാ, വീട് താമസിക്കുന്ന ആളുകളൊക്കെ നല്ല ആളുകളാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് എനിക്കൊന്നും വിഷമങ്ങളില്ല. കോഴിക്കോട് നമ്പർ 1 ആയിട്ട് എനിക്ക് കോവൂര് ഒരു കുടുംബം ഉണ്ടായി. അവരെൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ കോവൂരിൽ നിന്ന് ഞാൻ നടക്കാവിലേക്ക് വന്നു. അവിടെയായിരുന്നു പിന്നെ താമസിച്ചതൊക്കെ. അപ്പോൾ ഈ കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പോൾ ഈ മക്കളെ ഒരു വലിയ മക്കളുള്ള ആളാന്നുള്ള ഇതിൽ ഇവർ മാഹി പള്ളിയിൽ വെച്ചിട്ടാണ് എന്നെ ആദ്യം കാണുന്നത്. അതായത് ഞാനൊരു ക്ഷേത്ര ദർശനം മാമാനത്തമ്പലത്ത് ക്ഷേത്രത്തിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ ഭർത്താവും അവരൊരു സുഹൃത്തും കൂടി എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ക്ഷേത്ര ദർശനത്തിനാണുള്ളത്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർ 6 മണിയായപ്പോൾ വിളിച്ചു. അപ്പോഴത്തേക്കും ഞങ്ങളും മാഹി പിടിക്കാറായി. അപ്പം മാഹി പള്ളിയുടെ മുന്നിൽ വെച്ച് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വിഷമങ്ങളൊന്നും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഞാൻ പറഞ്ഞു, ഞാനല്ല, എൻ്റെ വീട്ടുകാരാണ് തീരുമാനിക്കുന്നത്, അത് വീട്ടുകാരോട് വന്ന് ചോദിക്കണം നിങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എനിക്ക് ഫോട്ടോ ഒക്കെ തന്നു. ഫോട്ടോ തന്നു കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലേക്ക് വിവരം വിളിച്ച് പറയാമെന്നും പറഞ്ഞ് പോയി. പിന്നെ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാലാണ് അവരെന്നെ വിളിക്കുന്നത്. ഇവരെ കൂടെ വന്ന ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരു ഒരുത്തനുണ്ടായിരുന്നു. അയാൾ അധ്യാപകൻ എന്ന് പറയുന്നത്, പക്ഷേ പിന്നീടാണ് അധ്യാപകൻ എല്ലാം അറിയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ചേച്ചിക്ക് ചേർന്നൊരു ഭർത്താവാണ് വീട് ശശിയേട്ടന് ചേർന്നൊരു ഭാര്യയാണ് ചേച്ചി, എനിക്ക് വളരെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ 5 കല്യാണം ഏതാ എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല, അത് കഴിഞ്ഞ് നിങ്ങളെ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കൊരു ദിവസം ഇവർ വിളിച്ച് ഞങ്ങളെ വീട്ടിൽ വന്നു. ഞങ്ങളെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളുണ്ട്, എൻ്റെ ചേച്ചിമാരുണ്ട്, എൻ്റെ ചേച്ചിയുടെ മക്കളുണ്ട്, പിന്നെ ചേച്ചിയുടെ മക്കളെ ഭർത്താക്കന്മാരുണ്ട്. അവരെല്ലാവരും കൂടെ കണ്ട് എല്ലാവരും കൂടെ സംസാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് മാഹിയിൽ സ്ത്രീധനമില്ല, സ്ത്രീധനം കൊടുക്കില്ല. അവിടെ മുസ്ലിംസിന് മാത്രമേ സ്ത്രീധനമുള്ളൂ. മാഹിയിൽ ആരും ഞങ്ങൾ സ്ത്രീധനം മാഹി മുതൽ കണ്ണൂർ അങ്ങോട്ട് സ്ത്രീധനം ഇല്ല. വടകര ഇങ്ങോട്ടാണ് സ്ത്രീധനമൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് ആദ്യമേ പറഞ്ഞു, എനിക്ക് പൈസയൊന്നുമില്ല, അച്ഛനില്ല, അമ്മയില്ല, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. പിന്നെ എനിക്ക് ആകെ ഉള്ളതെന്ന് പറയാൻ കല്യാണം കഴിക്കുമ്പോൾ ഒരു 10-15 പവൻ്റെ അടുത്തുണ്ടാവും, അതല്ലാതെ എൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അങ്ങനെയാണ് കല്യാണം നടത്തിയത്. കല്യാണത്തിന് ഉറപ്പിക്കുകയും വേണ്ടി ഇവരമ്മ ഒരു പ്രായമായ സ്ത്രീയാണ്. അവർക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അവരെ കൂടെ വണ്ടിയിൽ വരികയും ചെയ്തു. അവരെ വീട്ടിൽ കണ്ടു, അമ്മേനെയും കണ്ടു, എല്ലാവരെയും കണ്ടു. സന്തോഷത്തിലാണ് ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചത്. പക്ഷെ ആരും ഒന്നും നമ്മളോട് ഒരു കാര്യം പോലും പറഞ്ഞില്ല. എന്നുവെച്ചാൽ ഒരു കാര്യങ്ങളും നമ്മളോട് വിട്ട് പറഞ്ഞില്ല. അവരാൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയൽവാസിയായിരിക്കുന്ന 2-3 പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതുകൊണ്ട് നമ്മൾ കൂടുതൽ അന്വേഷിച്ചില്ല. കാരണം അവരെ സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് വേറെ കൂടുതൽ അവരോട് പറയണ്ട എന്ന് അവർക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടല്ലോ, ഭാര്യ പോയി കളഞ്ഞത് കൊണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു വിഷമം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് അത് മതിയെന്ന് പറഞ്ഞത്. കാരണം മോനെ എനിക്ക് വളരെ ഇഷ്ടമായി, നല്ലൊരു മോനാണ്. ഇപ്പം അവന് 32 വയസ്സുണ്ട്. എന്നെ കല്യാണം കഴിക്കുമ്പോൾ 10-28 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ മോൻ നല്ല മോനാണ്, എനിക്ക് അത്രേ അറിയുള്ളൂ, എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കൈ പിടിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മയായി തന്നെ ഞാൻ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കല്യാണം തന്നെ മതിയെന്ന്. അവിടുന്ന് തന്നെ ഇറങ്ങുമ്പം തന്നെ എൻ്റെ വീട്ടിലെല്ലാവരും പറഞ്ഞു, നമുക്ക് വേണ്ട മോളെ ഈ ബന്ധം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവരങ്ങോട്ട് വരുവാണ്, 2 നല്ല മക്കളാണ്. പക്ഷേ ഇളയ കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല.
മൂത്ത കുട്ടീനെ മാത്രമേ അന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അത് മതി എനിക്കെന്ന് പറഞ്ഞു. അവർക്കൊക്കെ ഇത് വേണ്ടാന്ന് തോന്നുന്നത് ഈ ബന്ധുക്കളാരും ഇല്ലാത്തോണ്ടാണോ, കൂടെ ആരും വരാത്തോണ്ടാണോ? ഒന്നാമത് കുറച്ച് ദൂരെയാണ്, പിന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന് പേടിച്ചിട്ട് അവര് ദൂരത്തേക്ക് അയക്കണ്ട എന്ന് വിചാരിച്ച് കാണും. അതുകൊണ്ടായിരിക്കാം. അടുത്ത് തന്നെയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ, നമ്മളെ നാട് തന്നെയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നിശ്ചയവും വേറെ ഒരു ദിവസമൊന്നും കാട്ടണ്ട, ഈ ദിവസം തന്നെ നമുക്ക് ഒരു ഡേറ്റ് കണ്ട് കല്യാണം നിശ്ചയിക്കാമെന്ന് പറഞ്ഞിട്ടാണ് 2011 മെയ് 18 കല്യാണം നിശ്ചയിച്ചത്. കല്യാണം നിശ്ചയിച്ചു. കല്യാണത്തിൻ്റെ ഒരു 3 ആഴ്ച മുന്നെയാണ് ഒരു ചെറിയൊരു ന്യൂസ് കിട്ടി നമുക്ക്. ആർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. ഇവർ ഒരു അപാകത ഉണ്ട് എന്ന് പറഞ്ഞു. അപാകത എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് ഒരു മദ്യപാനം ഉണ്ടെന്നാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ മദ്യപിക്കുമായിരുന്നു, പക്ഷേ ഒരു വിഷയമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു മദ്യപിക്കുന്ന ആളെല്ലാം വിഷയക്കാരെന്നൊന്നും നിങ്ങൾ കരുതണ്ട. എൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു. എൻ്റെ കൂടപ്പുറപ്പുകൾ മാത്രമല്ല, എനിക്ക് എൻ്റെ സ്നേഹിതരെ കുറേ ആളുണ്ട്. അവരൊക്കെ പറഞ്ഞു നീ കല്യാണം കഴിച്ച് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു മദ്യപാനമൊന്നും സാരമില്ല, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ ഫോണിൽ വിളിച്ച് എന്നോട് പറയുന്നത്, ബീന തുണി എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, പൈസ എനിക്ക് കിട്ടിയില്ല, പൈസ കല്യാണത്തിൻ്റെ തലേന്നേ കിട്ടുള്ളൂ, അപ്പോൾ തുണി എടുക്കണം, അതിന് പൈസ വേണമായിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ആക്കി തരാൻ പറ്റും. അപ്പോൾ ഞാൻ വീട്ടിൽ ആരോടും ചോദിക്കാണ്ട് ഈ പൈസ കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട സാരില്ല, അവർ ഇനി അതിനായിട്ട് ഈ കല്യാണത്തിന് ഒരു അപാകത വരരുതല്ലോ എന്ന് വിചാരിച്ചു ഞാൻ 25,000 രൂപ ഈ ഡ്രസ്സ് എടുക്കുന്ന ദിവസം വന്ന് പെരുമ്പാവൂർ സീമാസിൽ വെച്ചിട്ടായിരുന്നു ഡ്രസ്സ് എടുത്തത്. വലിയ ഡ്രസ്സൊന്നുമില്ല, കുറച്ച് ഡ്രസ്സ് 25,000 രൂപ അവരെ കൈ കൊടുത്തു ഞാൻ. പിന്നെ അവർ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വിളിച്ചു പറഞ്ഞു ഈ ചെയിനും മോതിരം അവരെ കയ്യിലുണ്ട്, അത് അനിയൻ പണയം വെച്ചിട്ടുള്ളത്, അത് വാങ്ങിത്തന്ന് ഞാൻ താലിയും മോതിരവും ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് അവിടുന്ന് കല്യാണത്തിൻ്റെ ഒരാഴ്ച നിൽക്കേ ഇവർ പറഞ്ഞു അത് വാങ്ങി തന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ സ്വയം റിസ്ക് എടുത്ത് എറണാകുളത്ത് എനിക്ക് കോലഞ്ചേരി ഒരാളറിയുന്ന ഒരു മോളി എന്ന് പറയുന്ന ഒരാളുണ്ട്, അവരെ വിളിച്ച് പറഞ്ഞ് എറണാകുളത്ത് വന്ന് എറണാകുളത്ത് നിന്ന് അവരെയും വിളിപ്പിച്ചു, ശശിയേട്ടനെയും വിളിപ്പിച്ചു. എന്നിട്ട് ഞാൻ ഒരു മാല 1 ഗ്രാമിൻ്റെ 5,000 രൂപ കൊടുത്തിട്ടായിരുന്നു എടുപ്പിച്ചു. ഇവർ ആരെ മുന്നിലും തലകുനിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. പൈസ പിന്നെ ഞാനാ കൊടുത്തത്. അങ്ങനെ അതും കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു കല്യാണത്തിന് സാധാരണ വരുമ്പോൾ ഒരു മോതിരം കൊണ്ടുവന്നതും 1 ഗ്രാമാണ്. അതിലൊന്നും എനിക്ക് വിഷയമില്ല, സാരമില്ല. അത് ജനങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ വിഷമങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ മറന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം 4ാമത്തെ ദിവസം പുള്ളി ഈ ശ്രീധരത്തിൻ്റെ ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് ഭയങ്കര വഴക്കായിരുന്നു, അടിയായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ ആരും അടിച്ച ചരിത്രമില്ല. എൻ്റെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ കൂടപ്പിറപ്പുകൾ ആരും ആയിക്കോട്ടെ, എൻ്റെ ചേച്ചി തമാശക്ക് തല്ലു, അത് വേറെ പ്രശ്നം. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം പാളിപ്പോയി. അത് ഞാൻ എൻ്റെ ചേച്ചിയോട് മാത്രം സീക്രട്ടായിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നല്ല പറയുന്നത്, അപ്പോൾ ഒന്നും ചെയ്യാൻ ചേച്ചി അത് സമ്മതിച്ചു. വേറെ ആരെയും ഞാൻ അറിയിച്ചിട്ടില്ല, കാരണം ഒന്നാമത് വെച്ചാൽ അറിയിക്കണ്ട, കുടുംബങ്ങൾ മറ്റുള്ള ആളെ എന്തിനാ അറിയിച്ച് നമ്മളെ ഇത് വിഷമിപ്പിക്കുന്നെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് ജോലി മണ്ണൂത്തി സർവകലാശാലയിൽ ജോലി ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്. പിന്നെ മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞതാണെന്നാണ് പറഞ്ഞത്. മിലിറ്ററിയിൽ നിന്ന് ഭാര്യ പോയി കഴിഞ്ഞപ്പോൾ കുട്ടികളെ നോക്കാൻ ആരുമില്ലായിട്ട് പിരിഞ്ഞ് വന്നതെന്നാണ് പറഞ്ഞത്, ഗവൺമെൻറ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊരു സംഭവം ഇല്ല. പുള്ളി ചിലപ്പോൾ എന്നെ കിട്ടേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, അതിലും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതൊക്കെ വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി ആകെ ഒരു മാനസികാവസ്ഥയിലാണ് പുള്ളി ഉള്ളത്. പൈസക്ക് വേണ്ടിയിട്ടാണ് പുള്ളി നിൽക്കുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് പൈസ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മാലയും ഒരു മോതിരവും ഞാൻ ഇട്ടതുണ്ടായിരുന്നു. ആ മാല ഞാൻ കളവ് പറഞ്ഞ് തിരിച്ചു വാങ്ങി. കളവ് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. അത് തിരിച്ചു വാങ്ങി അത് എൻ്റെ കയ്യിൽ വെച്ചു. പിന്നെ അവിടുന്ന് ഞാൻ പാലക്കാട് ഒരു ഹോസ്റ്റലിന് വേണ്ടി വീടെടുത്തായിരുന്നു. ആ വീടെടുത്ത് ഇപ്പോൾ ഇവർ പറഞ്ഞ് പാലക്കാടേക്ക് മാറണമെന്ന്. ഇത് കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ വീടെടുത്തത്. അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം വന്നത്. അപ്പോൾ അതിലേക്ക് മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറി. ഇനി ഇവിടുന്ന് ഒരു വിഷയം വേണ്ട, അവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് നമ്മൾ അത്രയും നല്ലൊരു രീതിയിൽ ജീവിച്ചതാണ്. അപ്പോൾ ഇനിയിപ്പം അവിടുന്ന് എനിക്കൊരു മാനസികാവസ്ഥ വേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ മാറി. പാലക്കാട് അന്ന് എല്ലാ സാധനവും കൊണ്ട് ഞങ്ങളൊരു ലോറി പിടിച്ച് അതിലേക്ക് വെച്ച് അവിടെ എത്തിക്കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ പുള്ളി ഈ
മദ്യപാനം. അതിൻ്റെ തൊട്ട മുന്നിലെ ഒരു എയർഫോഴ്സുകാരനാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ അവിടുന്ന് മദ്യം ചെറിയ പൈസക്ക് അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നു. ഈ ആരെയും കൂട്ടിപ്പോയി ഇവർ ആ വീട്ടിൽ മദ്യം. അപ്പോൾ ഗസ്റ്റുകളായിട്ട് താമസിക്കുന്ന കുട്ടികളെ നമ്മൾ കൊണ്ടുവരണം, നമ്മളതിലും നല്ല ആളായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ ഈ പാലക്കാടത്തെ എനിക്കാകെ വിഷയമായി. കാരണം വെച്ചാൽ നമ്മളിപ്പം സ്റ്റേറ്റ് ബാങ്കിലെ 2 ഉദ്യോഗസ്ഥന്മാർ, പിന്നെ അവിടുന്ന് വേറെ എയ്ഡഡ് സ്കൂളിലെ ടീച്ചർമാരെയൊക്കെ ഞങ്ങൾ അവിടെയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്ന ആളാ. അപ്പോൾ അവരൊക്കെ ഇനി വരുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പാലക്കാട് തന്നെ തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്നവർ പറഞ്ഞു അവർ വന്നായിരുന്നു അവിടെ ഈ ഗസ്റ്റായിട്ട് താമസിക്കുക. ഈ മദ്യപാനത്തിൻ്റെ കാര്യം അന്ന് ഫ്ലാഷായി. അപ്പോൾ അവർ പറഞ്ഞു അവിടെ മദ്യപാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആളൊന്നും വന്നില്ല. പിന്നെ ആകെ ജീവിതത്തിന് വിഷയമാണ് വന്നത്. എത്ര നാളായപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് വെറും 1 മാസം. ഇവർ മദ്യപാനത്തിന് ഞാൻ എതിരായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അവിടുന്ന് ഭയങ്കര വിഷയം, അടിയാണ് തുടങ്ങിയത്. ഫസ്റ്റ് തന്നെ അടിയാണ് വന്നത്, അടിച്ചു, ഈ തലക്കാ വന്ന് അടിച്ചത്. അപ്പോൾ ഇവരൊരു മാനേജറാന്ന് പറയുന്ന ഒരു രമേഷ് എന്ന് പറഞ്ഞ ചെറുക്കനുണ്ടായിരുന്നു. അവരും കൂടി അവിടെ വന്ന് അവരൊരു ഗസ്റ്റിനെയും കൊണ്ടാണ് വന്നത്, ഒരു പെൺകുട്ടിയാണ്. അതിനെ ഞാൻ മുകളിലേക്ക് കിടത്തി, വീട്ടിൻ്റെ മേളിൽ 2 നില വീട്, അതിൻ്റെ മേളിൽ കിടത്തി ഇവരെ 2 താഴെ കിടത്താൻ. എന്നിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ കയറുന്നില്ല അകത്തേക്ക്. അപ്പോൾ അവർ ഞാൻ പറഞ്ഞു പുറത്തേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അപ്പം തന്നെ പോയി, അവിടുന്ന് പുറത്തേക്ക് പോയി. രമേഷ് അന്നേരമാണ് ഈ പറയുന്നത്, ചേച്ചി ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടന് കുറച്ചൊരു അപാകതയുണ്ട്, ചേട്ടൻ ഇത് 3ാമത്തെ കല്യാണമാണ്. പക്ഷെ അതിൽ ഞാൻ തെറ്റു പറയുന്നില്ല, 3ാമത്തെ കല്യാണം നടത്തിയത് 2 പേരെടുത്തും അപാകതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ശരിക്കും അറിഞ്ഞായിരുന്നു. അപ്പോഴാണ് എനിക്ക് ആകെ വിഷമായി. കാരണം എൻ്റെ ആദ്യത്തെ ഒരു കല്യാണമാണ്, ഞാൻ ഇങ്ങനെ ഒരു അവധത്തിലാണല്ലോ പോയെന്ന് വിചാരിച്ച്. അപ്പോൾ പുള്ളി പിന്നെ എന്ത് ചെയ്തു, ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ഡ്രസ്സൊക്കെ എടുത്ത് പുള്ളി പോയി അവിടുന്ന്. പിന്നെ എനിക്ക് പേടിയായി. ഞാൻ ഈ പാലക്കാട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ വീട്ടുകാരെ ഞാൻ അറിയിക്കാൻ വേണ്ടി ഫോണിൽ വിളിച്ച് പറഞ്ഞു. അനിയനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അനിയൻ പറഞ്ഞു ചേച്ചി വിഷമിക്കൊന്നും ചെയ്യണ്ട, അവൻ ഇവിടെ എത്തിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല, പക്ഷേ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. പുള്ളി എന്നിട്ട് ഇവിടുന്ന് രാത്രി പുറത്തേക്ക് പോയി, പിന്നെ കണ്ടില്ല. പിറ്റേന്ന് രാവിലെ ബാഗും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കുറച്ച് നേരം കഴിയട്ടെ ഞാൻ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, നീ വിഷമിക്കൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പുള്ളി പിന്നെ രാവിലെ പുലർച്ചക്ക് കാണാൻ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിവിടെ ഉണ്ട്, ഞാൻ നിന്നെ വിട്ടൊന്നും പോകുമൊന്നുമില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു മനസ്സിനൊരു ഇതുണ്ട്, പക്ഷേ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ ഇങ്ങനെയൊക്കെ കാട്ടുന്നത്, മദ്യപാനമൊക്കെ നിർത്തി നല്ല രീതിയിൽ ജീവിക്കാനല്ലേ നമ്മൾ, ഇനിയെങ്കിലും തിരിച്ചു വാന്നൊക്കെ പറഞ്ഞ് പുള്ളി വന്നു കേട്ടോ. രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് അവിടെ വന്നു, അനിയനെയും കൂട്ടിയിട്ടാണ് വന്നത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചേച്ചി മക്കൾ ഇവരൊക്കെ വന്നു, തെറ്റ് പറ്റിപ്പോയി, ഇനിയൊരു മദ്യപാനമൊന്നും ഞാൻ ചെയ്യില്ല, ഞാനിനി നല്ല ആളായിട്ട് ജീവിച്ചോളാം, ആക്രി പണിയെടുത്തെങ്കിലും ഞാനിവിടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കൊരു പണിയില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് കൊടുത്ത് നമുക്ക് ജീവിക്കാം, നമുക്ക് 2 പേർക്കല്ലേ വേണ്ടു, മക്കൾക്കൊന്നും കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരിക്കലും അങ്ങനെ സാധിക്കുന്നില്ല. ഒന്നാമത് ഞാൻ ഈ പരിപാടിക്ക് വന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം വരുമ്പോൾ ഇവരെ കുടുംബങ്ങൾ ആരും നിൽക്കുന്നില്ല. എൻ്റെ കുടുംബം മാത്രം അവിടുന്ന് മാഹിന്ന് ഒരു വണ്ടി എടുത്ത് വരികയാണ്, ഒരുപാട് പൈസയാണ്. എൻ്റെ ചേച്ചിമാർക്കൊന്നും ആർഭാട പൈസയൊന്നും ഇല്ല, എല്ലാവരും അന്നന്ന് അധ്വാനിച്ച് കഴിയുന്ന കൂട്ടറാണ്. അതെല്ലാം വീട്ടിൽ 2-3 തവണ വരുമ്പോൾ ഇവരെ വീട്ടുകാർ സംസാരിക്കാൻ നിൽക്കുന്നില്ല. അവരും കൂടിയാണല്ലോ ഈ കല്യാണം ഉറപ്പിച്ചത്. അപ്പോൾ അവരും കൂടെ വന്ന് ഈ തെറ്റുകുറ്റങ്ങൾ എന്താണുള്ളത്, ഈ അനിയന്മാരാണെങ്കിൽ ഈ ചേട്ടനോട് പറഞ്ഞു കൊടുക്കണം, അമ്മയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. ഇവരാരും പറയില്ല, എല്ലാവരും അവരെ മുന്നിൽ വെച്ചിട്ട് പറയും അവൾ അങ്ങനെ ചെയ്യുന്ന, അങ്ങനെയാ, അവൾ മാഹിക്കാരത്തിയാണ്, അവൾ ദോഷമാണ്, അങ്ങനെയൊക്കെ പറയും. അതേസമയം ഞാനും പുള്ളിയും മാത്രമല്ല ഇങ്ങനെ പറയുന്നതാണെങ്കിൽ അവരാരും മിണ്ടില്ല. ഇനി ഞാൻ ഒറ്റക്കാണ് അവിടെ പോയി ഇവരെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറയുന്നു പറയുമ്പോൾ അവരെല്ലാവരും കൂടെ ഈ ഭർത്താവിൻ്റെ കുറ്റങ്ങളാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. പുള്ളീൻ്റെ ഓരോരോ വിഷയങ്ങൾക്കും ഞാൻ ഓടി തളരുക. അപ്പോഴത്തേക്ക് 2-3 മാസം 6 മാസമൊക്കെ ആയോ? അപ്പോഴത്തേക്ക് 2-3 മാസമായി. ഒന്നാമതെന്ന് വെച്ചാൽ പണിയില്ല, ജോലിയില്ല, എനിക്കും ജോലിയില്ല. എന്നിട്ട് തിരിച്ച് വീണ്ടും ഞാൻ കോഴിക്കോട് വന്ന് പലഹാരത്തിൻ്റെ പണി തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം പലഹാരം കൊടുക്കാൻ പുള്ളിക്ക് പോകാൻ പറ്റില്ല. പുള്ളിക്ക് അതൊന്നും വേണ്ട. പുള്ളിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ലാവിഷായിട്ട് പൈസ വേണം, പിന്നെ മദ്യപിക്കണം,
ജീവിതം അതാണ്, അങ്ങനെയാണ് അവർ ജീവിച്ചത്. പക്ഷെ അതെനിക്ക് വല്ലാണ്ട് വിഷമപ്പെടുത്തുന്ന പണിയാണ് അത് ചെയ്യുന്നത്. മദ്യപിക്കാനും ഈ ആർഭാടത്തിനൊക്കെ എവിടുന്നാ പൈസ കിട്ടുന്നത്? ആരാ കൊടുക്കുന്നത്? അത് അനിയന്മാർ കൊടുക്കും. എങ്ങനെ പോയാലും അനിയന്മാർ ഈ പുള്ളിക്ക് മൂത്ത ആളാണ്, അപ്പോൾ അത് മൂത്ത അച്ഛൻ്റെ സ്ഥാനത്താണ് അത് കൊടുക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ അവിടുന്ന് ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് നിന്ന് എല്ലാം വിറ്റ് പെറുക്കി. എനിക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ഒത്തിരി ഫർണിച്ചറൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു അത്രയും വലിയ വിഷമങ്ങൾ താങ്ങിയിട്ടാണ് ഞാൻ അതൊക്കെ അവിടെ കൊടുത്തു ഞാൻ ഈ ഇടുക്കി നാട്ടിലെത്തിയത്, അടിമാലി നാട്ടിൽ. ഇനിയെങ്കിലും അവിടെ നിന്നെങ്കിലും നല്ല ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഒന്നാമത് പുള്ളീനെ ശിക്ഷിക്കാനോ പിടിക്കാനോ വേണ്ടിയിട്ടല്ല. ഈ നാട്ടിൽ വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ദിവസം പോലും ഒരു സ്വസ്ഥതയും സമാധാനത്തിലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. പുള്ളി ഏത് കാലം നോക്കുമ്പോൾ പുള്ളി പ്രശ്നങ്ങളാണ്. എന്തിനാ പ്രശ്നം എന്നുള്ളതൊന്നും എനിക്കറിയുന്നില്ല. പാലക്കാട് അത്രയും പ്രശ്നമായിട്ടാണോ നിങ്ങൾ അടിമാലിയിലോട്ട് പോയത്? ബിസിനസ് ഒക്കെ പോയി കുഴപ്പമായി, വീട്ടുകാരൊക്കെ പിന്നെയും വരുന്നു, പിന്നെയും ഒത്തുതീർപ്പാക്കുന്നു. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെയും വീണ്ടും പ്രശ്നങ്ങളാവുക. അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനിയൻ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടുന്നാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്കിയിട്ട് നോക്കാം പുള്ളീനെ. അവിടെ വന്നിട്ട് നമുക്കൊന്നും നോക്കാൻ പറ്റില്ല, ചിലപ്പോൾ അത് അവിടെ ആയതുകൊണ്ടായിരിക്കാന്ന് പറഞ്ഞു. പിന്നെ പുള്ളി അതിൻ്റെ നടുക്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഗസ്റ്റുകളായിട്ട് താമസിക്കുക, ഞാൻ കുറച്ച് കുട്ടികളെടുത്ത് തിരിച്ച് കോഴിക്കോട് വന്നു കഴിഞ്ഞപ്പോൾ അന്നേരം അവർ ഈ കുട്ടികൾ താമസിക്കുന്ന ആ കുട്ടികളെ ചെറിയ ചെറിയ വിഷയങ്ങൾക്കെല്ലാം ഇവർ തെറി വിളിക്കും. അപ്പോൾ ആ കുട്ടികളത് കേൾക്കുമല്ലേ, അപ്പോൾ കുട്ടികൾ വേണ്ടാന്ന് വെച്ചിട്ട് പോവും. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഒരു വരുമാനം ഇല്ലാണ്ടായി. അപ്പോൾ ഇവരെ അമ്മ സുഖമില്ലാതെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. അതിനിടയിൽ അമ്മയ്ക്ക് ഈ കോതമംഗലം ഹോസ്പിറ്റലിൽ അമ്മ അഡ്മിറ്റ് ചെയ്തു. അപ്പം അമ്മയുടെ കാല് എന്തോ ഒരു വിഷം തീണ്ടി അവിടെ ഒരു ചെറിയൊരു ഓപ്പറേഷനൊക്കെ നടത്തി. അമ്മയ്ക്ക് ഇവിടെ നോക്കാൻ ആരുമില്ല, എല്ലാവരും പണിക്ക് പോകുന്ന ആളുകളാണ്. അപ്പം ഞാനാണ് കൊണ്ടുപോയത്. അപ്പം അമ്മ അവിടെ ഉള്ളത് കൊണ്ട് അമ്മയൊക്കെ നോക്കണം, അമ്മക്ക് വേണ്ടുന്ന ഭക്ഷണവും കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണം. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അവന് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, നീ ഒന്നും മിണ്ടണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അമ്മേനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും പറഞ്ഞിട്ട് പുള്ളി നിൽക്കില്ല. പുള്ളി കുടിച്ച് കിടക്കും ആ സമയത്തൊക്കെ അവിടെ. പിന്നെ പുള്ളി അവിടെ നിന്ന് എണീക്കുന്നത് രാത്രിയത്തെ 10:30 മണിക്കാണ് ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ. അങ്ങനെ മദ്യപാനത്തിന് അടിമയാണ്. അങ്ങനെ ആര് പറഞ്ഞു കഴിഞ്ഞാലും നിൽക്കുന്നില്ല. പിന്നെ എനിക്ക് ഈ തുടരെയുള്ള ഈ മദ്യപാനത്തിൻ്റെയും ഈ വിഷമങ്ങളും ഈ അടീൻ്റെയും പ്രശ്നം കൊണ്ട് എനിക്കും വിഷയമായി. കാരണം ശാരീരികമായിട്ട് ഭയങ്കര വിഷമം എനിക്ക് വന്നു. ഡി അഡിക്ഷൻ സെന്ററിൽ വല്ലതും കൊണ്ടുപോകാൻ ട്രൈ ചെയ്തോ? ഞാൻ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിൻ്റെ മുന്നേ ഞാൻ കോതമംഗലം ഹരീഷ് കുമാർ എന്ന് പറയുന്നൊരു ഡോക്ടറെ കാണിച്ചു. അന്ന് ആ സമയത്ത് ഞാൻ മകനെ വിളിച്ചു, ഇവരെ അനിയന്മാരെ മുഴുവനും ഞാൻ വിളിച്ചു, ഒന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. പൈസ പോലും ഇവരാരും ചെയ്തു തന്നില്ല. എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ ചേച്ചിയുടെ മകൻ എനിക്ക് 1000 ഉറുപ്പ്യ അയച്ചു തന്നു. കൂടാതെ എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് 4000 ഉറുപ്പ്യ അയച്ചു തന്നു. എന്നിട്ടാണ് ഈ കോതമംഗലം ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് 9 മാസം നിങ്ങൾ എടുക്കണം, മരുന്നോ കാര്യമോ ഒന്നും വേണ്ട. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ ഈ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഗുളിക മാത്രം അവിടെ നിന്ന് കൊടുക്കുന്നത്, എന്ത് ഡിപ്രഷനൊന്നും ഇല്ലാണ്ട് നിൽക്കുക മാത്രം. അതിന് ആകെ 2 രൂപ എങ്ങാനേ ഉള്ളൂ ആ ഗുളികയ്ക്ക്. ആ ഗുളിക ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുന്ന പുള്ളി മദ്യമൊക്കെ നിർത്തിയതാണ്. കൗൺസിലിങ്ങിന് കൊണ്ടുവരികയും ചെയ്യും ഞാൻ. അങ്ങനെ മദ്യമൊക്കെ നിർത്തി നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. അപ്പോൾ അതേ ഇടക്ക് ഞങ്ങൾ ഈ സാമ്പത്തിക സ്ഥിതി കൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസം അമ്മേൻ്റെ അടുത്ത് നിന്നപ്പോൾ അമ്മ പറഞ്ഞു, മകനെ ആ ഗുളികയൊന്നും കഴിക്കണ്ടെന്ന്, എനിക്ക് ഈ വയറുവേദനയും കാര്യമൊക്കെ വരുന്നത് അതായിരിക്കും. അതോടുകൂടി പോയി ആ ഗുളിക കുടിക്കുന്നത് നിർത്തിക്കളഞ്ഞു. പിന്നെ ഡോക്ടറെ അടുത്തും വന്നില്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഒരാളല്ലേ, നമുക്ക് എത്രമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. അത് കണ്ടറിഞ്ഞ ആളുകൾ അവിടെ ഉണ്ട്, അന്വേഷിച്ചാൽ മനസ്സിലാവും. അത്രക്കും ആ വാളറ നാട്ടിൽ നിന്ന് ഞാൻ അനുഭവിച്ചു. ഒരു നേരത്തെ ഒരു കഞ്ഞി വെള്ളം കുടിക്കാൻ പോയി, ഒരു കടിഞ്ഞായ പോലും കുടിക്കാൻ ഗതിയില്ലാതെയായി പോയി ഞാൻ. എത്ര വിഷമിച്ചാലും ആ ഒരു സിറ്റുവേഷനാണ് ഞാൻ എത്തിപ്പോയത്. എനിക്കെൻ്റെ വീട്ടുകാരോട് പറയാൻ പറ്റില്ല, ഇവരെ വീട്ടുകാരോട് പറയാൻ പറ്റില്ല. ഒരു നേരം അവർ വന്ന് അന്വേഷിക്കുക പോലും ചെയ്യില്ല, നിങ്ങൾ കുടിച്ചോ തിന്നോ അല്ലെങ്കിൽ വന്നോ ഒന്നും. അതേസമയം മദ്യം വാങ്ങിയാൽ അവർ പൈസ കൊടുക്കും, ഒരു നേരത്തായിരിക്കും ഇവർ പൈസ തരില്ല. ഒരിക്കലും ഞാൻ ഈ മൂത്ത മകൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഭർത്താവിനെ ഞാൻ അയച്ചു, 1 കിലോ കപ്പയും എന്തെങ്കിലും വാങ്ങി നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ടെന്നു പറഞ്ഞിട്ട്. അന്ന് രാത്രി 9:30 സ്വന്തം അനിയൻ പൈസ കൊടുത്തിട്ട് ഈ പുള്ളി കയറി വരുന്നത് 9:30 മണിക്ക് കുടിച്ച് പാമ്പായിട്ടാണ് വരുന്നത്. നമ്മുടെ ലോകം
കാണാൻ ഗോളമാണ്, കറങ്ങുന്നതും ഗോളം പോലെ. പക്ഷേ ഈ ലോകം ഒരു ഗോളമല്ല. ഗെയിംസ് ആകട്ടെ, മ്യൂസിക് ആകട്ടെ, ഡ്രാമയാകട്ടെ, ഡാൻസ് ആകട്ടെ, ഹീറോയിന്റെ അച്ഛനാകട്ടെ, ഹീറോയുടെ അമ്മയാകട്ടെ, ഗെയിംസ്, മൂവീസ് ആൻഡ് മ്യൂസിക്കിന്റെ 71,21,302 മിനിറ്റ്. ഇതെല്ലാം കൂടി ഫിറ്റ് ആകുന്നു ഒരു ഒരു ചെറിയ ലോകത്തിൽ. ഫ്രീ മ്യൂസിക്, മൂവീസ് ആൻഡ് ഗെയിംസ് എയർടെലിൽ മാത്രം. ദി സ്മാർട്ട്ഫോൺ നെറ്റ്വർക്ക്. കുറച്ചല്ലേ ഉള്ളൂ, കുറച്ച് ചേർത്തു നോക്കൂ, കൂടുതലാണ്. പാരഷ്യൂട്ട് ആയുർവേദിക് ശുദ്ധ നാളികേരത്തിന്റെയും ഔഷധക്കൂട്ടുകളുടെയും മിശ്രിതം 30 ദിവസങ്ങളിൽ മുടികൊഴിച്ചിൽ കുറയ്ക്കും. പാരഷ്യൂട്ട് ആയുർവേദിക് ഹെയർ ഓയിൽ, പ്രിയപ്പെട്ടവർ ശുപാർശ ചെയ്യുന്നത്. നിലവാരം തീരെ കുറഞ്ഞ മുളകുകളുടെ മിക്സാണ് 90% കടകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. വീട്ടിൽ വാങ്ങി വെച്ചിരിക്കുന്ന മുളക് നിങ്ങളൊക്കെ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്താലേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. നമ്മൾ വിശ്വസിക്കുന്ന ബ്രാൻഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നല്ലേ ശരിക്കും സേഫ്. ശുദ്ധതയോടൊപ്പം ആരോഗ്യത്തോടൊപ്പം തലമുറകളായി നിറപറ, മലയാളത്തിന്റെ മഹാരുചി. അന്ന് രാത്രി 9:30 സ്വന്തം അനിയൻ പൈസ കൊടുത്തിട്ട് ഈ പുള്ളി കയറി വരുന്നത് 9:30 മണിക്ക് കുടിച്ച് പാമ്പായിട്ടാണ് വരുന്നത്. ഞാനിവിടെ കാത്തിരിക്കുക ഈ കപ്പ വേവിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. 1 മണി അരി പോലും എൻ്റെ വീട്ടിലില്ല. അയൽ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് പച്ചക്കറീൻ്റെ എല്ലാ പച്ചക്കറി വാങ്ങിയിട്ട് തോരനാക്കി അവിടെ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതും തിന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം കിടന്നു. അന്നൊന്നും ഇങ്ങനെ എല്ലാം ഞാനുള്ള അത്രയും വേദന ഞാൻ അനുഭവിച്ചു. പക്ഷെ ആരും എനിക്ക് സഹായിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവത്തിലേക്ക് ഇറങ്ങിയത്. നിങ്ങളെങ്കിലും അതിനൊരു സഹായം ചെയ്തു തരണം എനിക്ക്. എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കാനല്ല, അയാൾക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് എനിക്ക് തിരിച്ചു തരണം. അതിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഇല്ലാത്ത ഞാൻ എത്ര കാലം വെച്ചിട്ട് എങ്ങനെ കഴിയാം. ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ട് ഒരു ചേച്ചീനോട് പറഞ്ഞിട്ട് ഞാൻ ഒരു ഹോട്ടൽ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഹോട്ടൽ തുടങ്ങിയത്. ആ ഹോട്ടൽ തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് ഒരു സ്വസ്ഥതയും ഇല്ല. ആരെങ്കിലും വിട്ട് നിങ്ങൾ ആ പരിസരത്തൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. 5 ആളെ പണിയെടുത്തിട്ടാണ് ഞാൻ അവിടെ കഴിയുന്നത്. പക്ഷേ ആ ഹോട്ടലിൽ ഇവർ എന്നും വഴക്കാ. ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഹോട്ടലിൽ ആരെങ്കിലും കയറി വരുമോ, കച്ചവടം ഉണ്ടാവുമോ? എപ്പോഴും ചീത്ത വിളിയും തെറിയും അഭിഷേകം തന്നെ. അതെനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇനി എനിക്ക് തിരിച്ചെൻ്റെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ അത്രയും നല്ല രീതിയിൽ അവിടെ കഴിഞ്ഞ് ഇനി തിരിച്ച് നാട്ടിലേക്ക് എനിക്ക് പോകാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര വിഷമമുള്ള കാര്യം. അടിക്കാതിരിക്കാനായിട്ടൊക്കെ പോലീസിൽ പരാതി ഞാൻ കൊടുത്തു. വളരെ ഇരിക്കുന്ന സമയത്ത് 2 തവണ ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. അടിമാലി പോലീസ് സ്റ്റേഷൻ അത്രയും സഹായങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അവിടെയുള്ള സാറുമാരൊക്കെ പറഞ്ഞ് എനിക്ക് ഇവർക്ക് വീട്ടിൽ വന്നിട്ട് കൗൺസിലിംഗ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനമൈത്രീൻ്റെ ഒരു അജിൻ സാറ്. അയാൾ കുറച്ച് മാസം അവർ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ആ കുറച്ച് കാലത്തേക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവരെങ്ങനെയോ പിന്നെ അങ്ങോട്ട് മാറുവാണ്. എങ്ങനെയാണ് മാറുന്നതെന്ന് എനിക്കറിയില്ല. കണ്ടാൽ ഇവർ പറയുന്നതൊക്കെ നുണയാണെന്ന്. പക്ഷേ അത് ആ മാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ഹോട്ടൽ തുടങ്ങി ഒരു മാസത്തിൻ്റെ കഴിഞ്ഞ നവംബർ 3-ാം തീയതി ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തത്. ആ നവംബർ 3 കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പുള്ളിക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല. നമ്മളാകെ ഹോട്ടലിൽ വളരെ ചെറിയ ഭക്ഷണങ്ങളെ കൊടുക്കുന്നുള്ളൂ. ഒരു 15 പേർക്കുള്ള ഭക്ഷണം. പിന്നെ രാവിലെ ഒരു 3 കിലോ അരിയുടെ അപ്പം, ഒരു 3 കിലോ അരിയുടെ ദോശ, കുറച്ച് പൊറോട്ട അടിക്കുന്നത് ഞാനാണ്. പുള്ളിക്ക് പൊറോട്ട അടിക്കാനൊന്നും അറിയില്ല. പിന്നെ ചായ എടുത്ത് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഭക്ഷണം ശരിയാക്കണം, പാത്രം കഴുകാനെല്ലാം നടക്കില്ല. അപ്പം കുറച്ച് പാത്രം കഴുകാൻ പുള്ളി പോയിട്ട് പുറത്തവിടെ ഇരിക്കും. പിന്നെ പണിയേ എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് ഒരാളെ വിളിച്ചു. ഞാൻ ഒരാളെ അവിടെ ആക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ശശി കുറച്ച് പണിയൊക്കെ ചെയ്യണം, എങ്കിലേ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പണിക്കാരെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൈസ ഇതിൽ നിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളി അയ്യോ എനിക്ക് പുറം വേദനയോ നടുവേദനയോ ഉരവേദനയോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവർക്ക് ഒന്നുമില്ല, ഒരു തകരാറില്ല. എക്സ്റേ വരെ എടുത്തു, ഒരു തകരാറും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഈ പൈസ എടുത്തിട്ട് മാറ്റി വെക്കും. പൈസ എടുത്ത് മാറ്റി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങിയിട്ട് മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുന്ന് ഈ പൈസ എടുത്തിട്ട് മാറ്റി വെക്കും.
പൈസ എടുത്ത് മാറ്റി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങിയിട്ട് മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു അണ്ടർസ്റ്റാൻഡിങ് നിൽക്കുന്നത് കൊണ്ടാണ് മദ്യപിക്കാണ്ട് കുറച്ച് ദിവസമെങ്കിലും പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ പൈസ മാറ്റി വെക്കുന്ന ഒരു ദിവസം ഞാൻ കണ്ടു. അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് വിഷയമാണ്. അപ്പോൾ തന്നെ അടിയാണ് വരുന്നത്. അടിയും പിടിയൊക്കെ ആകുന്നുണ്ടാന്ന് വെച്ചാൽ ഈ ഹോട്ടലായതുകൊണ്ട് ഞാൻ ഒച്ചപ്പാടൊന്നും ആക്കാതെ നിന്നു. അപ്പോൾ ഈ പൈസ എടുത്തുകൊണ്ട് എന്തിനാ നിങ്ങൾ പൈസ എടുത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വേറെ ഒരു വിഷയത്തിൽ വെറും 16 രൂപയൊക്കെ അടിച്ചതെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പറയാം. 16 രൂപേൻ്റെ കാര്യമല്ല ഇവിടെ, 300 റുപ്യേൻ്റെ കാര്യമാണ് വന്നത്. ഈ പൈസ എടുത്തു കൊണ്ടുപോകുന്നതിന് വിഷയമില്ലായിരുന്നു. നമ്മളെ ഒരു ജീവിതത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സാരമില്ല. ഇതൊന്നുമല്ല ചെയ്യുന്നത്, മദ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു മാറ്റങ്ങൾ വരുത്തിക്കാൻ വേണ്ടി ഞാൻ കൗൺസിലിങ്ങും കാര്യങ്ങൾക്കും വേണ്ടി ഒത്തിരി ഞാൻ ഇവരെ വീട്ടുകാരോട് പറഞ്ഞ് ഇതിനൊന്നും ഒരു ഇത് നിൽക്കുന്നില്ല. പുള്ളി അതിലെല്ലാത്തിനും ഒരു എതിർവശമായിട്ടുള്ള ഒരു കളവ് കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. ഈ 4 കല്യാണം അദ്ദേഹം കഴിച്ചു. ഇതിന് മുൻപ് നിങ്ങൾക്ക് മുൻപ് 3 സ്ത്രീകളെ വിവാഹം ചെയ്തു. അത് ഒരാളെ കല്യാണം കഴിച്ചത് നോക്കുമ്പോൾ അത് അവർ ചോറ്റാനിക്കരി എങ്ങനെയാണ് കഴിച്ചത്. അവർ എന്താ പറയുക, ഒരു സ്ത്രീ ആണുമല്ല പെണ്ണുമല്ലാത്തൊരു സ്ത്രീയാണെന്ന് അവർ പറയുന്നത്. അദ്ദേഹം പറയുന്നതല്ലേ? അല്ല, അത് ഞാൻ വേറെ ആളെടുത്ത് നിന്ന് അറിഞ്ഞായിരുന്നു. പിന്നെ രണ്ടാമത് അത് കഴിഞ്ഞതിന് ശേഷം ആരറിഞ്ഞാലും ഇയാൾക്കറിഞ്ഞതുപോലെ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നതായിരിക്കുമല്ലോ. അല്ലാതെ ഡീറ്റെയിൽസ് ഒന്നും മറ്റാർക്കും അറിയാൻ വഴിയില്ല. അത് ഇയാൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് എല്ലാരെയും വിശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞുള്ള സ്ത്രീ എങ്ങനെയാ പോയേ? അത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്ത്രീ വേറെ ഒരാളെ കൂടെ പോയതാ. അതിന് കുട്ടികളൊന്നും ആവൂല എന്ന് പറഞ്ഞിട്ടാ പോയെന്നാ പറയുന്നത്. ഇനി ഇവർക്ക് കുട്ടികളുണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് പോയി എന്നാ പറയുന്നത്. ആദ്യം വിവാഹം ചെയ്ത സ്ത്രീയും പോയി എന്ന് പറയും. അത് ഇവരെ എപ്പോഴും ഈ അടിയും പൊടി ആയതുകൊണ്ടാ പോകുന്നത്. അതിവര് മനസ്സിലാക്കുന്നില്ല. അതിവരെ കുടുംബങ്ങളെങ്കിലും ഇവരോട് പറഞ്ഞു കൊടുക്കണം, നിന്റെ അടുത്തുള്ള തെറ്റുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളൊക്കെ പോകുന്നത്, അതുകൊണ്ട് നീ ഇനിയെങ്കിലും ജീവിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അതാണ് എനിക്ക് ആകെ വിഷയങ്ങൾ. അതാണ് ഞാൻ അവരോട് കാല് പിടിച്ച് പറയുന്ന പോലെ ഞാൻ അനിയന്മാരോടൊക്കെ പറഞ്ഞു, ഇവർ എന്തെങ്കിലും ഒരു ഇതാക്കിത്താ നിങ്ങൾ. ഞാൻ ഈ നാട്ടിലെത്തിപ്പോയി, ഇനി തിരിച്ച് ഈ സാധനം കൊണ്ട് ഇനി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ല, നാണാവൂലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊന്നും അവർക്ക് വിഷയമല്ല. ഈ ഹോട്ടലിന് വേണ്ടി ഞാൻ പൈസക്ക് വേണ്ടിയിട്ട് പോയി എനിക്ക് കിട്ടിയ പേരെന്താണെന്നറിയോ? ഞാനൊരു വേശ്യാവൃത്തിക്ക് പോകുന്നതെന്നാണ് ഇവരെ അമ്മയും കൂടെ പറഞ്ഞത്. എൻ്റെ അമ്മ മരിച്ച സമയത്ത് എൻ്റെ ചേച്ചി എന്നെ കുളിപ്പിക്കുകയും കുടുപ്പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം. ആ ചേച്ചിയെ ഒരു ദിവസം ഇല്ലാണ്ട് ഇവർ ചീത്ത പറയും. അവരുടെ ഭർത്താവിന്റെ തലയിൽ ഇറയത്തിരുന്ന ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അവർ ഒഴിച്ചു. അല്ല, അത് വേറെ ഒരു വിഷയം. ചേച്ചിയെ പോലെ നീ ആവരുതെന്ന് ഞാൻ പറയാറുണ്ട്. അല്ലാതെ ചേച്ചിനെ ഞാൻ കുറ്റമൊന്നും പറയാറില്ല. ആ പെണ്ണിന്റെ അമ്മേനെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, എന്റെ കെട്ടോന് അവിടെ കയറ്റി വേണ്ടി നിങ്ങളെ ഞാൻ കോടതി കയറ്റും. അവര് വിളിച്ച മകനോട് പറഞ്ഞിട്ട് അച്ഛാദിന് ഇനി എന്റെ കൊച്ചിനെ കാണാൻ വീട്ടിലേക്ക് കടന്നു പോയത് 700-800 രൂപ കൊടുത്ത് ഇവള് തന്നെ അവിടെ പണിക്ക് ആളെ നിർത്തി പണിയിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം 16 രൂപ ഞാൻ അതിന് അവിടെ നിന്ന് എടുത്തു എന്നും പറഞ്ഞ് ഇവള് ഇത് എന്റെ പൈസ മുടക്കുള്ള സ്ഥാപനമാണ്, നിങ്ങൾക്ക് തോന്നിയ പോലെ കളിക്കാനുള്ളൊന്നുമല്ല. അപ്പൊ ഒരു 16 രൂപയുടെ പോലും വില എനിക്കില്ല. ഞാൻ ചെയ്യുന്ന പണിക്കും കാശില്ല. ഒരു പെണ്ണറിയുന്ന എൻ്റെ ഭർത്താവ് വിഷയമില്ലോ എന്നല്ല. ആദ്യം ഒരു കല്യാണം കഴിച്ചെന്ന് അറിഞ്ഞു, രണ്ടാമതൊരു കല്യാണം കഴിച്ചെന്ന് അറിഞ്ഞു, മൂന്നാമതൊരു കല്യാണം കഴിച്ചെന്ന് പറയുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ 10 കല്യാണം കഴിച്ചാലും വിഷയമില്ല, എൻ്റെ ഭർത്താവ് തന്നെയാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് മാത്രമേ എൻ്റെ ജീവിതം ഞാൻ നോക്കുള്ളൂ. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034.